പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനലിൽ കൂടെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ ചാനലുകളും ഞങ്ങൾ സംപ്രേഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ചാനലിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ അധ്യായങ്ങളും എല്ലാവരും കേട്ട് നമുക്ക് ലോകത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ തുടർന്നുമുള്ള എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങളെവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണം തുടർന്നും സമയം പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. ജനതകളുടെ ഉത്ഭവം. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേര്. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോയ്, മാദായി, യാവാൻ, തൂബാൻ, മെഷക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കനാസ്, റീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തീം, ദോദാനി. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താങ്കളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു. ഹാമിന്റെ പുത്രന്മാർ ഋഷ്, മിസ്രയീം, ഫൂത്ത്, കാനാൻ എന്നിവർ. കൃഷിന്റെ പുത്രന്മാർ സെബ, ഹവില, സപ്ത, റാമ, സപ്തേക. റാമയുടെ മക്കളാണ് ഷെബായും ദദാനും. കൃഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിന്റെ മുന്നിൽ ഒരു നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മുന്നിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടുകാരൻ എന്ന് ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവന്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഇറക്കും അക്കാഴ്ത്തുമടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അശൂറിലേക്ക് കടന്നു നിനവേ, റഹോബോത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിനവേക്കും കാലായ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രയീമിന്റെ മക്കളാണ് ലൂദീം, അനാമീം, ലഹാബീം, നഫ്തുഹീം, പത്രൂസീം, കലൂം, കസ്ലൂസീം, കഫ്തോറി എന്നിവർ. കസ്ലൂഹിമിൽ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം. കാനാന് കടിഞ്ഞൂൽ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബുസിയർ, അമോര്യർ, ഗിർഗിഷ്യർ, ഫിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു. കാനാൻ വംശജരുടെ നാട് സീദോനിൽ തുടങ്ങി ഗരാറിന് നേർക്ക് ഗാസ വരെയും സോദോമിനും ഗോമോറയ്ക്കും അദ്മായ്ക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടു കിടന്നു. ഇതാണ് ഭാഷയും ദേശവും.
കുലവും അനുസരിച്ച് ഹാമറിന്റെ സന്തതി പരമ്പര. യാഫത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി. അവൻ ഏബറിന്റെ മക്കൾക്കും പൂർവ്വ പിതാവാണ്. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവർ. ആരാമിന്റെ പുത്രന്മാർ ഊസ്, ഹുൽ, ഗദർ, മാഷ് എന്നിവരുമായി. അർപ്പക്ഷാദിന് ഷെലാഹിന് ഏബറും ജനിച്ചു. ഏബറിന് 2 പുത്രന്മാരുണ്ടായി. ഒരുവന്റെ പേര് പേലക്, കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. അവന്റെ സഹോദരന്റെ പേര് യോക്താൻ. യോക്താന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ്, ഷേലഫ്, ഹസർമാവത്ത്, യാറഫ്, ഹദോറാം, ഊസാൽ, ദിക്ല, ലാബാൽ, അബിമായേൽ, ഷെബ, ലാഫീർ, ഹവില, യോബാസ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിന്റെ സന്തതി പരമ്പര. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബ ചരിത്രമാണ് ഇത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്. നമ്മുടെ കർത്താവായ